ആഭ്യന്തര വകുപ്പിനെതിരായ PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ സർക്കാർ നടപടി. ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGPയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ആസ്ഥാനത്ത് ഉന്നത IPS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. മലപ്പുറം SP ക്വാർട്ടേഴ്സിലെ മരം മുറി കേസിലും നടപടിയുണ്ട്. പരാതി തൃശൂർ റേഞ്ച് DIG അന്വേഷിക്കും. DGP ഈ പരാതികൾ കൈമാറിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ഉമേഷ്, PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിരോധത്തിലായിരുന്നു ആഭ്യന്തര വകുപ്പും സർക്കാരും. ഇപ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തര നടപടികളില്ല, പക്ഷേ റിപ്പോർട്ട് തേടിയ ശേഷം അത് പരിശോധിച്ച ശേഷം നടപടി എന്നാണോ? തീർച്ചയായും അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ADGP അജിത് കുമാറിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയം, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ADGP ചോർത്തുന്നു. അദ്ദേഹം കൊലപാതകം നടത്തിയിട്ടുണ്ട്, അദ്ദേഹം സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. കൂടാതെ അത്തരത്തിൽ ഒന്നിലധികം ആരോപണങ്ങൾ, നിരന്തരമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു എന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു PV അൻവറിൻ്റെ പരാമർശം. എന്തായാലും അടിയന്തര നടപടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. DGPയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം. സ്വാഭാവികമായി ADGP അജിത് കുമാറിനെതിരെയുള്ള വ്യക്തിപരമായുള്ള ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം PV അൻവർ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അത് കൊലപാതകവും ഒരു വ്യവസായിയുടെ തിരോധാനം, ഒപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂട്ടുനിൽക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ, ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം സൈബർ സെല്ലിൽ ADGPക്ക് വേണ്ടി ഫോൺ ചേർത്താൻ ഒരു വൻ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അക്കാര്യങ്ങളും ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ADGP അജിത് കുമാർ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ ഈ ആരോപണം ഉയർന്ന സമയം മുതൽ അല്പം മുൻപ് വരെ വീടിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാനും തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ഫോണിൽ പലതവണ ബന്ധപ്പെട്ടു. അതുകൊണ്ട് MR അജിത് കുമാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് DGP റിപ്പോർട്ട് കൈമാറും. ഒരുപക്ഷെ MR അജിത് കുമാർ നേരിട്ട് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ വിശദീകരിക്കാനും സാധ്യതയുണ്ട്. അതേസമയം മലപ്പുറം SP ക്വാർട്ടേഴ്സിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിരിക്കുന്നു. DGPക്ക് നൽകിയ പരാതികൾ പൂർണ്ണമായി തൃശൂർ റേഞ്ച് DIGക്ക് കൈമാറിയിട്ടുണ്ട്. DIG അന്വേഷിച്ച് റിപ്പോർട്ട് ശരി, ഏതായാലും DGP പരാതികൾ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. തൃശൂർ റേഞ്ച് DIG അന്വേഷിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.